ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണമെന്നുള്ളതറിയാം. ഇന്നത്തെ ഹൈക്കോർട്ടിലെ കേസ് അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി ഇന്ന് ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു. കോർട്ട് 8A കേസ് ഐറ്റം 611 ആയിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് വിളിച്ചത്. ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചിൽ ഇന്നത്തെ കേസിൻ്റെ അറിയാമല്ലോ, കോമ്പറ്റൻ്റ് അതോറിറ്റി പ്രൊവിഷൻ അറ്റാച്ച്മെൻറ്റ് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തതിൻ്റെ വാദങ്ങളായിരുന്നു. റിട്ട് പെറ്റീഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ കൊടുത്ത റിട്ട് പെറ്റീഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വാദമായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടന്നത്. അപ്പോൾ ഇരു കക്ഷികൾ, ഇപ്പോൾ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ച് അവരുടെ ലീഗൽ എക്സ്പെർട്ട് അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറിൻ്റെ ടീമായിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സർക്കാരിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ രഞ്ജിത്ത് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇരു കക്ഷികളുടെയും വാദം ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചിൽ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇരു കക്ഷികളും ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പി അവരുടെ വാദങ്ങൾ ഉന്നയിച്ചു. അതുപോലെ ബഹുമാനപ്പെട്ട സർക്കാരിനെ റെപ്രസെൻറ്റ് ചെയ്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അവരുടെ വാദങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ വിശദമായിട്ടുള്ള വാദങ്ങൾക്ക് തുടർവാദത്തിന് വേണ്ടി ഈ കേസ് ഓഗസ്റ്റ് 23 ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് VG അരുൺ സാറ് ബഹുമാനപ്പെട്ട സർക്കാരിനോട്, പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പി നടത്തിയ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന പെറ്റീഷന് മേൽ കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കുവാനും ഡയറക്ഷൻസ് ഉണ്ടായി, നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഗസ്റ്റ് 23 മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സർക്കാർ ഹൈക്കോടതിയിൽ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പി ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്ന റിട്ട് പെറ്റീഷന്മേലുള്ള വാദങ്ങൾക്ക് കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കുവാനും ബാക്കി തുടർവാദത്തിന് വേണ്ടി ഓഗസ്റ്റ് 23 ബഹുമാനപ്പെട്ട ജസ്റ്റിസ് VG അരുൺ സാർ ഈ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസ് അപ്ഡേറ്റ് തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. ഹോപ്പ് എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും നേരത്തെ സെഷനിൽ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ച് ഈ വീക്കിൽ ഇനിയിപ്പോൾ അടുത്ത് വരുന്ന കേസ് ഓഗസ്റ്റ് 14 അത് ബഹുമാനപ്പെട്ട PMLA കോടതിയിലാണ്. ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ് ഓഗസ്റ്റ് 14 പിന്നെ ഓഗസ്റ്റ് 16 നമ്മവർക്കും അറിയാവുന്ന പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBIക്ക് കേസ് അന്വേഷണം കൈമാറിയാൽ സമാന്തര അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിട്ട് പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പി മാനേജ്മെൻറ്റ് റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർവാദങ്ങളാണ് ഓഗസ്റ്റ് 16 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടക്കാനിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം ഡേ തന്നെ ബട്ട്സ് കോടതിയിൽ അല്ലെങ്കിൽ കോർട്ട് അഡീഷണൽ സെഷൻസ് കോർട്ട് തൃശ്ശൂർ സെഷൻസ് കോർട്ടിലാണ് അത് ബട്ട്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ അതിൻ്റെ വാദങ്ങൾ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസ് അപ്ഡേറ്റ് തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. അപ്പോൾ ഹൈറേഞ്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെയാണ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തായാലും പ്രോഗ്രസ്സുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു വീക്ഷണമാണ് എനിക്കുള്ളത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് രേഖപ്പെടുത്തുന്നവരോട് അവർക്ക് അവരുടെ പണി തുടർന്ന് കൊണ്ടുപോകാം. അവർ വളരെ ഗംഭീരമായിട്ട് അവരുടെ ജോലിയും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കമൻസിൽ കണ്ടു വളരെയധികം, കാരണം മെമ്പേഴ്സ് ഇപ്പോൾ ഹൈറേഞ്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് തന്നെ വളരെയധികം സിറ്റുവേഷൻ വളരെയധികം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അല്ല അവർ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ഇതെല്ലാം ഇപ്പോൾ കോർട്ടിന് ഓണറബിൾ കോർട്ട്സിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ഫീലിങ്സിനോടൊപ്പം തന്നെ മസാല ഇടുന്നതിന് വേണ്ടി നമ്മുടെ നെഗറ്റീവ് സുഹൃത്തുക്കളും നെഗറ്റീവ് കമൻറ്റ്സ് രേഖപ്പെടുത്തുന്ന സുഹൃത്തുക്കളും അതിൻ്റെ അകത്ത് അവരുടെ ജോലിയും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കോർട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് കോടതിക്ക് വിടുക. ഇപ്പോൾ ലെറ്റ് ദ കോർട്ട് ഡിസൈഡ്, അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അപ്പം നീതിപീഠം തീരുമാനിക്കട്ടെ. അപ്പോൾ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പി ഒരു ഫീസിബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് തിരിച്ചു വരട്ടെ. അപ്പോൾ നിയമാനുസൃതം അല്ലെങ്കിൽ അതുമായിട്ടുള്ള സ്റ്റെപ്സിലേക്ക് പോകട്ടെ. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, പേഴ്സണൽ ടേക്ക്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വിഷ് നേരുന്നു. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.